ചെക്കനെ കിട്ടാൻ പോകുന്നേ. അവൾ ന്യായം പറഞ്ഞ കേട്ടില്ലേ? അവളോട് തട്ടിക്കയറിയിട്ട് എന്താ കാര്യം? അവൾ പറയുന്നത് സത്യമല്ലേ? നിനക്ക് ഇവിടെ വീട്ടുകാര്യങ്ങൾ അന്വേഷിക്കാൻ എവിടെയാ നേരം? എനിക്ക് പണിക്ക് പോണ്ടേ? 19 പേര് നിത്യവും പണിയുന്നതാ. ഓ, നീ അവിടെ പെറ്റ് കിടന്നില്ല, ഈ പണി നടക്കേല. രാത്രിയിൽ എന്താ പണി? മണലെടുക്കുന്നോ? ഒന്നും അറിയാഞ്ഞിട്ടല്ല, മൂത്തോര് കാണിച്ചു കൊടുക്കണല്ലേ താഴെയുള്ളവര് പഠിക്കണേ. അപ്പനും വലിയ കാര്യമൊന്നും പറയണ്ട, എനിക്കറിയാം ചിലതൊക്കെ. വെറുതെ നമ്മൾ തമ്മിൽ ചെളിവാരി അറിയാണ്ട് ഇതിനെന്താ വേണ്ടെന്ന് വെച്ചാൽ ആലോചിക്കും. ഇനിയിപ്പോ ഒന്നും ചെയ്യാനില്ല, പെണ്ണിനെ കെട്ടിച്ചുവിടാൻ നോക്ക്. അല്ലാതെ ബഹളം ഉണ്ടാക്കി നാട്ടുകാരെ അറിയിക്കാനാ? നീ എന്താടി പറഞ്ഞു വരുന്നത്? അവനെ വെറുതെ വിടാനോ? എങ്കിൽ സണ്ണിച്ച മേപ്പള്ളി കൊച്ചോടെ മോനല്ല. അപ്പൊ നമ്മുടെ പെണ്ണിന്റെ ഭാവി? അവളുടെ ഭാവിക്ക് ഒരു കുഴപ്പവുമില്ല. മേപ്പള്ളി കൊച്ചുവർക്കോടും മക്കളോടും കളിച്ചാ ആ കളി തലതെറിക്കുന്ന കളിയാ. അത് അറിയിച്ചു കൊടുക്കണം. മനസ്സിലാവുന്നുണ്ടോ നിനക്ക്? എന്നാ ഉറക്കളക്കാണ്ട് പോയി കിടക്ക്. പടി. കുഞ്ഞപ്പേട്ട കുരുപ്പണം. അപ്പൊ രമേശനോ? അടിയവനെ രസിക്കാതെ ഒന്ന് പിടിച്ചു മാറ്റടാ. പിടിച്ചു മാറ്റാനൊന്നും പോണ്ട. ആരെങ്കിലും ഒന്ന് പിടിച്ച് മാറ്റടാ. പയ്യൻ തല്ലരുത് മാത്രമാണ് പറയുന്നത്. എന്തിനായി പാവം ചെക്കൻ ഇങ്ങനെ തല്ലുന്നേ? നീ ആണോ ചോദിക്കാൻ? ആരും ആയിട്ടല്ല, കണ്ടിട്ട് സഹിക്കണില്ല. എന്താന്ന് വെച്ചാൽ ഞാൻ സമാധാനം ഉണ്ടാക്കാം. കാര്യം എന്താന്ന് പറ. പറയാൻ മനസ്സിലാക്കല്ലോ. എന്നാ ഇനി ഇവനെ തൊടാനും പറ്റില്ല. അടിയവനെ
എന്റെ മോനെ തല്ലി ചതച്ചിട്ട് ഒരുത്തരില്ലടാ അവിടെ ചോദിക്കാൻ. എന്റെ ചോറ് നിന്ന് ഒരു പട്ടിയില്ലടാ ഈ നാട്ടില്. തിന്നണ ചോറിന് നന്ദി കാണിക്കുന്ന പട്ടികളുണ്ടെങ്കിൽ ഇറങ്ങി വാടാ. ഒരുത്തനമില്ലടാ, ചന്ദ്രു ഒറ്റയ്ക്ക. ധൈര്യമുള്ളവരുണ്ട്, ഇറങ്ങി വാടാ. പിന്നീന്ന് കുത്തിയവനെ തട്ടിയിട്ടേ ചന്ദ്രു ചാകൂ. അത് ഓർത്തിട്ട് വന്നാ മതി. അപ്പച്ചാ, സണ്ണിച്ചായനെ കാണുന്നില്ലല്ലോ. ആ വരും, ഒരാവശ്യത്തിന് പോയിരിക്കുക. ഇനിയും വഴക്കിനും വയ്യാവിലിക്കും പോണോ? കഴിഞ്ഞത് കഴിഞ്ഞു എന്ന് വിചാരിച്ചാ മതി. അതിന് കൊച്ചുവർക്ക് വേറെ ജനിക്കണം. ഇന്നോളം എന്റെ മുഖത്ത് നോക്കി കമാന്ന് രക്ഷ ഒരുത്തനും പറഞ്ഞിട്ടില്ല. എന്നിട്ട് അവൻ പെൺകുട്ടി നമ്മുടെയാ. മാനക്കേട് വന്നുപെട്ടാ പിന്നെ ജീവിച്ചിട്ട് കാര്യമുണ്ടോ? പിന്നെ മാനക്കേട്. മേപ്പുള്ളിക്കാരുടെ പെട്ടി പണം ഉണ്ടെങ്കിൽ ഒരു മാനക്കേടും പ്രശ്നമല്ല. നീ പൊടി അപ്പുറത്ത്. അവള് ഗുണദോഷിക്കാൻ വന്നിരിക്കുന്നു. ചവിട്ട് ഇവിടെയല്ലേ? മേപ്പുള്ളി കൊച്ചുവർക്കി മോനും അങ്ങാടി കിടന്ന് പട്ടിയെ പോലെ തല്ലുകൊണ്ടിട്ട് നീയൊക്കെ ഞാനങ്ങ് ക്ഷമിച്ചത്. ക്ഷമിച്ചത് നാണം ഉണ്ടോടാ നിനക്കൊക്കെ? നീയൊക്കെ പോയി അവന്റെ മുതലാളി എന്നെ അത്രയ്ക്കങ്ങ് കൊച്ചാക്കണ്ട. പുഴക്കടവിൽ ശവം പൊങ്ങുന്ന ഒരു പുതുമയൊന്നുമല്ല. ആ പൊങ്ങുന്നത് നിന്റെ ശവമായിരിക്കും. മുതലാളി, എന്താടാ? കട പൂട്ടി. ആ രാജമ്മ അങ്ങാടിലൊന്ന് പൂരപ്പാട്ടാ. ചെകിട് അടച്ചുപോയി. മുതലാളി മോളെയും കുറിച്ച് പറയാത്ത ചീത്ത ഒന്നുമില്ല. നാണക്കേട്. ആളുകളൊക്കെ കേട്ട് നിന്ന് ചിരിക്കുക. മുതലാളി ഒരു വാക്ക് വിണ്ടിയാ മതി, ഞാൻ അവളെ ജീവനോടെ തീയിലിട്ട് ചൂടും. അതിനെ ആമ്പിള്ളാര് വേറെ വരും. മനസ്സിലായില്ലേ? ഏറ്റവും തടിയൻ കാര്യപ്പുഴ കുഞ്ഞാലു. രാവുത്തരെ കൊന്ന കേസിൽ ഇത് ഇപ്പൊ ഇറങ്ങിയുള്ളൂ. പിന്നെ നമ്മളെ ചുരുളിപ്പരമു. മറ്റേയാള് പുതുമുഖാണല്ലോ. ഏതായാലും രസമായി. ഇന്നിവിടെ എന്തെങ്കിലുമൊക്കെ നടക്കും. അടക്കട്ടെ, ഇടയ്ക്കൊക്കെ എന്തെങ്കിലും ഒരു രസം വേണ്ടേ? സ്വന്തം മോളെ മര്യാദയ്ക്ക് വളർത്തട്ടെ, അല്ലെങ്കിൽ നല്ല എല്ലാവർക്കുള്ള ആണുങ്ങളെ കൊണ്ട് കൊടുക്കട്ടെ. എന്റെ കൊച്ചിന് കൈ വളരുന്നോ കാല് വളരുന്നോ നോക്കി വളർത്തണതാ. പിള്ളേരല്ലേ? അങ്ങനെ കരുതിയ പോരെ അയാൾക്കും. എന്റെ മോനെ തല്ലി നാശാക്കണോ? ആ മനുഷ്യനില്ലായിരുന്നെങ്കിൽ കൊന്നേനെ. എന്താ കുഞ്ഞപ്പാ? രാജമ്മേ, ചന്ദ്ര ഇവിടെ വന്നു? ഇല്ല. കരിപ്പോൾ കുഞ്ഞാലും പരമും ഒക്കെ എത്തിയിട്ടുണ്ട്. എല്ലാവരും വേഗം മാറുന്നോ നല്ലത്. ഏത് കുഞ്ഞാലും? നമ്മളെ റാവുത്തറ കൊന്നില്ലേ, 7ാമത്തേതാ അത്. കൊല്ലൊരു തമാശ അച്ചു വിത്താന്. ചന്ദ്ര വന്ന് ഒന്ന് പറഞ്ഞേക്ക്, ഞാനും ഒന്ന് അന്വേഷിക്കട്ടെ. എന്റെ ഈശ്വര, ഇതാവും വെച്ചോടുത്ത വീടാ. ഇതൊക്കെ ദൈവം കൊടുക്കണതാ, അനുഭവിക്കട്ടെ. ആ ഒരുമുട്ടുള്ള വലയിൽ വീണപ്പോഴേ ഞാൻ തീരുമാനിച്ചതാ. ഓ, ഇപ്പൊ അവൻ കണ്ടാലറിയില്ല. ആർക്ക് വേണവിടെ? എടി, എഴുന്നേറ്റ് പോരടി. പോരടി. അവനിവിടെ ഇല്ല. വാ വാ. ചേച്ചി, നമുക്ക് ഈ നാട് വിട്ടു പോവാം. എങ്ങോട്ട്? എങ്ങോട്ടെങ്കിലും. അല്ലെങ്കിൽ നമ്മളെ കൊല്ലും. കൊല്ലണമെങ്കിൽ കൊല്ലട്ടെ. അത് ഈ മണ്ണിൽ വെച്ച് തന്നെ ആവട്ടെ.
അല്ല, ഒന്ന് അറിയിക്കാൻ പറ്റിയിരുന്നെങ്കിൽ രക്ഷപ്പെട്ടോളം പറയായിരുന്നു. ആരെയും കാണുന്നില്ല. അയ്യോ ചേച്ചി, മിണ്ടാരിയടാ. ചാവുന്നതിന് മുൻപ് ഒരെണ്ണത്തിനെങ്കിലും കൊല്ലണം. ചേച്ചി എന്താടി പേടിച്ചു പോയോ? വേഗം പൊയ്ക്കോ, എങ്ങോട്ടെങ്കിലും പൊയ്ക്കോ. എന്തേ? അവര് ടൗണിൽ നിന്ന് കേടികളെ കൊണ്ടുവന്നിട്ടുണ്ട്. അതിനെന്താ, കൊണ്ടുവരട്ടെ. ചാവാൻ നിനക്ക് അത്ര പേടിയാ? എനിക്ക് പേടിയില്ല, പക്ഷേ ഈ ആള് ഞാനോ? എന്നായാലും ചാവണ്ടടി. അത് പെട്ടെന്നാവണം. ഇട്ട് നരയിപ്പിക്കരുന്ന് മാത്രമേ ഉള്ളൂ. അതുകൊട്ടെ, നീ പോരുന്നോ എൻ്റെ കൂടെ? എന്താടി മിഴിച്ചു നിൽക്കുന്നത്? നാളെ ഞാൻ പോവാ. ഇഷ്ടമുണ്ടെ പറഞ്ഞോ, പോരുന്നോ? അക്കരെ ശിവന്റെ അമ്പലത്തിൽ കൊടി കയറിയിട്ടുണ്ട്. ആ പൂതിയും കൂടെ തീർക്കണോ? എന്റെ കൂടെ പോന്നാ പിന്നെ ചെണ്ടപ്പുറത്ത് കോലി വീഴുന്നിടത്തൊക്കെ പോവാന്ന് കരുതണ്ട. മര്യാദക്ക് അടങ്ങി ഒതുങ്ങി കുടുംബത്തിരുന്നോളാം.